Next chapter, arc length and the unit tangent t. First see the definition. Smooth parameterization. Let vector r of t equal to f of t I plus g of t j plus h of t k. This r of t is a smooth parameterization if dr by dt is continuous and never zero. That is, r dash of t is continuous and r dash of t not equal to 0. Then it is called a smooth parameterization. Next, continuously turning tangent vector. A curve has a continuously turning tangent at each point if dr by dt is not equal to 0 for a smooth curve. Smooth curve എന്ന് പറയുമ്പോൾ കർവിനകത്ത് എല്ലാ പോയിന്റും കണ്ടിന്യൂസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ആ പോയിന്റിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കണം. അങ്ങനെ വരുന്ന കർവിനെയാണ് സ്മൂത്ത് കർവ് എന്ന് പറയുന്നത്. ഓൺ എ സ്മൂത്ത് കർവ് ദർ ആർ നോ ഷാർപ്പ് കോർണേഴ്സ്. For this reason, a smoothly parameterized function r of t is said to have a continuously turning tangent vector. Determine whether the following vector valued function, this is the given vector valued function, has continuously turning tangent vector. അപ്പോൾ കണ്ടിന്യൂസ്ലി ടേണിംഗ് ടാൻജൻറ്റ് വെക്ടർ ആണോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് നോട്ട് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് നോക്കിയാൽ മതി. അപ്പോൾ ആർ ഓഫ് ടി എടുത്തു, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു. 6 കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 6 സൈൻ ടി ആയി പ്ലസ് 6 സൈൻ ടി ജെ പ്ലസ് 6 കോസ് ടി ജെ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t k. dr by dt not equal to 0 since when t equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് 6 സൈൻ 0 that is sin 0 is 0 plus cos 0 is 1 6j plus this term 0. അപ്പോൾ t equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 6j എന്ന് കിട്ടുന്നുണ്ട്. dr by dt not equal to 0. ഇനി t not equal to 0 വരുന്ന കേസിൽ ഏതെടുത്താലും, അപ്പോൾ നോട്ട് ഈക്വൽ ടു 0യുടെ കേസ് വരുമ്പം നമുക്കിപ്പോൾ ഇത് തന്നെ നോക്കാം. 2tk എന്ന് പറയുന്ന tക്ക് 0 അല്ലാത്ത ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. സോ r of t has a continuously turning tangent vector. Next question, determine whether the vector valued function r of t equal to 3t square I plus t square minus 2tj plus t cube k has continuously turning tangent vector. ഇതും പഴയത് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ആർ ഓഫ് ടി എടുത്തു, ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഡി ആർ ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് നോക്കണം. ഇപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ടേം 0 ആകും, ഈ ടേം 0, ഇവിടെ മൈനസ് 2j, ഈ ടേം 0. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 0 നമുക്ക് മൈനസ് 2j എന്ന് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി ടിയുടെ വേറെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത് 0 ആകത്തില്ല, അല്ലേ? ദെയർഫോർ ആർ ഓഫ് ടി ഹാസ് എ കണ്ടിന്യൂസ്ലി ടേണിംഗ് ടാൻജൻറ്റ് വെക്റ്റർ. Next question നോക്കുക. Determine whether the vector valued function r of t equal to 3t square I plus t square j plus t cube k has continuously turning tangent vector. So given r of t equal to 3t square I plus t square j plus t cube k, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3t സ്ക്വയറിൻ്റെ 6ti പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. ഇനി ഇവിടെ ടിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടേംസ് എല്ലാം 0 ആകും. ദെയർഫോർ ഡി ആർ ബൈ ഡി ടി എന്ത് കിട്ടും? 0. അറ്റ് ടി ഈക്വൽ ടു 0 ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 0. കണ്ടിന്യൂസ്ലി ടേണിംഗ് ടാൻജൻറ്റ് വെക്ടർ ആവണമെങ്കിൽ എങ്ങനെയാണ്? ഡി ആർ ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? ആർ ഓഫ് ടി does not have continuously turning tangent vector. അടുത്തത് ആർക്ക് ലെങ്ത് വിത്ത് പാരാമീറ്റർ ടി. നമ്മൾ നേരത്തെ ആർക്ക് ലെങ്ത് പഠിച്ചതായിരുന്നു കോർഡിനേറ്റ്സിനകത്ത്. ഇവിടെ നോക്കാം. ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ടി ഐ പ്ലസ് വൈ ടി ജെ പ്ലസ് ഇസഡ് ടി കെ. ടി വേരീസ് ഫ്രം എ ടു ബി. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി
arc is denoted by capital L equal to integral a to b root of dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square into dt. ഈ root of dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square എന്ന് പറയുന്നത് norm of dr by dt ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെയും പറയാം, L ഈക്വൽ ടു ഇൻറ്റഗ്രൽ a to b norm of dr by dt into dt. Find the arc length of one turn of the helix r of t equal to cos ti plus sin tj plus tk. ഇപ്പോൾ ഹെലിക്സിൻ്റെ വൺ ടേൺ എന്ന് പറയുമ്പോൾ എവിടം തൊട്ട് എവിടം വരെയാണ്? 2 to 2π വരെയാണ്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന ടി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ടി വേരീസ് ഫ്രം 0 to 2π. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, ഹെലിക്സിൻ്റെ ഇക്വേഷനാണ് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് ഹെലിക്സ് ഒക്കെ. സിൻസ് ഹെലിക്സ് മേക്സ് വൺ ടേൺ മീൻസ് ടി വേരീസ് ഫ്രം 0 to 2π. therefore dr by dt ഈക്വൽ ടു cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ജെ പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് കെ കിട്ടും. ഫോർ നോം ഓഫ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് ടി ആയിരുന്നു ജെയുടെ. അപ്പോൾ അവിടെ വരുമ്പോൾ കോസ് സ്ക്വയർ ടി പ്ലസ് 1. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈസ് 1. 1 plus 1 is 2. അപ്പോൾ റൂട്ട് 2. L equal to integral 0 to 2π norm of dr by dt into dt equal to integral 0 to 2π norm of dr by dt root 2 ആണ്. so root 2 dt root 2 integral dtയുടെ t 0 to 2π വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 root 2π. next, arc length parameterization. A parametric representation of a curve with arc length as the parameter is called an arc length parameterization of the curve. അതായത് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ അറിയാം. ആ പാരാമെട്രിക് ഇക്വേഷൻ ആദ്യം തന്നിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആയിരിക്കും. അതിനെ നമ്മൾ എങ്ങനെ ആക്കുന്നു? വേറെ ഒരു പാരാമീറ്ററിലോട്ട് മാറ്റുവാണ്. എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്, വൈ ഈക്വൽ ടു വൈ ഓഫ് എസ്, ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് എസ്. ഇത് 3 സ്പേസിൽ. 2 സ്പേസിലാവുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്, വൈ ഈക്വൽ ടു വൈ ഓഫ് എസ്, വെയർ എസ് ഈസ് ദി പാരാമീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് പാരാമെട്രൈസേഷൻ. ക്വസ്റ്റ്യനിൽ ഇത് പറഞ്ഞേക്കുന്ന ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്താണ്? ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് പാരാമെട്രൈസേഷൻ ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് A0 ആസ് ദി റെഫറൻസ് പോയിന്റ്. അപ്പോൾ എക്സ് വൈ കോർഡിനേറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? എയും 0യുമാണ് ഇവിടുത്തെ റെഫറൻസ് പോയിന്റ്. പാരാമെട്രിക് ഇക്വേഷനിൽ മാറ്റണം. നമുക്ക് തന്നേക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഓഫ് റേഡിയസ് എ ആൻഡ് സെൻറ്റർ 0 0. അങ്ങനെ വരുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പം നമ്മൾ ഇവിടെ പാരാമെട്രിക് ഇക്വേഷൻ പറയുമ്പോൾ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടി ഇട്ട് കൊടുക്കാം ആദ്യം. ഹിയർ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി. സർക്കിളാണ്. അപ്പോൾ ടി വേരീസ് ഫ്രം 0 to 2π. ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുക, ഡി വൈ ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എ സൈൻ ടി, ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എ കോസ് ടി അല്ലേ. ഇനി നമ്മൾ ഇത് ടി റീപ്ലേസ് ചെയ്യുവാണ്. ടി റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഇനി എൽ അല്ല എഴുതണ്ടേ, എസ്, സ്മോൾ ലെറ്റർ എസ് ആണ് കൊടുക്കുന്നത്. വേറെ ഒരു പാരാമീറ്ററിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടി നോട്ട് എന്ന് പറയുന്നത് എന്താകും? 0 ആകും. അതായത് ഇവിടെ നമ്മൾ എക്സിന് എയും വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടി എന്ന് പറയുന്നത് ടി നോട്ട് ഈസ് 0 ആയിരിക്കും. അതായത് എക്സിന്
എ കൊടുക്കുമ്പോൾ കോസ്റ്റ് ഈസ് 1 അല്ലേ. കോസ്റ്റ് ഏത് വാല്യൂവിലാണ് 1 വരുന്നത്? 0യും പിന്നെ വരുന്ന അടുത്ത ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ 2πയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആണ്. അപ്പോൾ 0 വരുന്നത് ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ 0 തൊട്ട് 2π വരെയാണ് സർക്കിളിൻ്റെത് വരുന്നത്. ദെയർഫോർ ടി വേരീസ് ഫ്രം 0 തൊട്ട് ടി. റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ആ ടി എല്ലാം നമ്മൾ എന്തിലോട്ട് ചേഞ്ച് ചെയ്യുവാണ്? റീപ്ലേസ് ടി ബൈ യു. അപ്പം ഡി എക്സ് ബൈ യു ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ യു ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി യു. അപ്പോൾ ഡി എക്സ് ബൈ ഡി യു ആണ്. ഇവിടെ ടിക്ക് വരെ അന്നേരം എന്ത് കൊടുത്താൽ മതി? യു കൊടുക്കാം. അപ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ യു പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ യു ഡി യു അല്ലേ. therefore root of a square common എടുത്തു. sin square u plus cos square u is 1. that is integral 0 to t a du. അപ്പോൾ ഇവിടെ ടി ലിമിറ്റ് ടി തന്നെ വന്നുകൊണ്ട് നമ്മൾ ഈ പാരാമീറ്റർ ടിയുടെ പാരാമീറ്റർ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുവാണ്, യുയിലോട്ട് മാറ്റി. എ ഡി യു ഈക്വൽ ടു എ ഇൻറ്റഗ്രൽ ഓഫ് ഡി യു ഈസ് യു. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to t ഈക്വൽ ടു എ ടി. അപ്പോൾ എസ് ഈക്വൽ ടു എ ടി എന്ന് കിട്ടി. ഓർ നമുക്ക് അന്നേരം എന്ത് എഴുതാം? ടിയുടെ വാല്യൂ കിട്ടിയാൽ നമ്മൾ ഈ പാരാമെട്രിക് ഇക്വേഷനകത്ത് ടിക്ക് പകരം ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ടി ഈക്വൽ ടു എസ് ബൈ എ. ടി വേരീസ് ഫ്രം 0 to 2π. അങ്ങനെ 0 to 2π ആണ് ടി വേരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് എന്തായിരിക്കും? എസ് ഈക്വൽ ടു ടിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ എസ് ഈക്വൽ ടു 0. ടിക്ക് 2π ഇട്ട് കൊടുക്കുമ്പോൾ എസിൻ്റെ വാല്യൂ 2π എ. അപ്പോൾ എസ് വേരീസ് ഫ്രം 0 to 2π എ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ടിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? എന്താ കിട്ടിയിരിക്കുന്നത്? എസ് ബൈ എ. x equal to a cos x by a, y equal to a sin x by a. S varies from 0 to 2π a.